Welcome guys, welcome to 11th standard, and today we will be discussing the first chapter from your economic textbook. In your 11th standard you have two textbooks, mainly Indian economic development and second economics for statistics. So Indian economic development and the textbook we have got 4 units and these 4 units have 10 chapters. So this 10 chapter പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ ഒരു ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആവും. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോ ഈ വർഷം നമ്മൾ വലിയ രീതിയിൽ ടെക്നിക്കലായിട്ടൊന്നും പോകുന്നില്ല. കുറച്ച് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്നാണ്, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര്, ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്. സോ ഹൗ ഇന്ത്യ ഹാസ് സീൻ ഹിസ് ഡെവലപ്മെന്റ് ഫ്രം ഇൻഡിപെൻഡൻസ് ടു നൗ എന്നുള്ള ഒരു ഇൻഡിപെൻഡൻസ് തൊട്ട് ഇതുവരെ ഇന്ത്യയുടെ ഡെവലപ്മെന്റ് എന്തെല്ലായിരുന്നു ഇന്ത്യയുടെ ചാലഞ്ചസ്, എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ പ്ലാനിങ്, എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ ചാലഞ്ചസിനെ ഇന്ത്യ ഓവർകം ചെയ്യുന്നത്, ചില ചാലഞ്ചസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, പണ്ടുണ്ടായിരുന്ന ചലഞ്ച് എന്താണ്, മാറിയ ചലഞ്ച് എന്താണ്, പുതിയ ചലഞ്ച് എന്താണ്, അങ്ങനെ ഒരു ഇന്ത്യൻ എക്കണോമിയെ കുറിച്ചിട്ടുള്ള ഇന്ത്യൻ എക്കണോമിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ 11th സ്റ്റാൻഡേർഡിലുള്ളത്. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ചെറിയ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്കണോമിക്സിന് ആവശ്യമായ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കും. സോ ഇറ്റ്സ് 11th സ്റ്റാൻഡേർഡ്, ഒരു ചെറിയ ജമ്പ് ഉണ്ടാവും 10th അപേക്ഷിച്ചിട്ട്. വി ഹാവ് ഗോട്ട് സം മോർ ചാപ്റ്റേഴ്സ് ആൻഡ് മോർ തിങ്സ് ടു സ്റ്റഡി, ബട്ട് എ ബിറ്റ് ഒരു ചെറിയൊരു എഫേർട്ട് മതി എക്കണോമിക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് ബുക്ക് 4 യൂണിറ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ദ ഫസ്റ്റ് യൂണിറ്റ് വാസ് ഡെവലപ്മെന്റൽ പോളിസീസ് ആൻഡ് എക്സ്പീരിയൻസസ്. സോ ഇന്ത്യയുടെ ഫസ്റ്റ് യൂണിറ്റിൽ 2 ചാപ്റ്റർ ആണുള്ളത്. അതിൽ ഒരു 1947 തൊട്ട് ഒരു 1990 വരെയുള്ള ഇന്ത്യയുടെ പോളിസീസ് എന്തെല്ലായിരുന്നു, ഹൗ ഡിഡ് ഇന്ത്യസ് പോളിസീസ് റിസൾട്ടഡ്, ആ ഒരു രീതിയിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ പോളിസി എന്താണ്, ആ പോളിസിയിലൂടെയുള്ള ഇന്ത്യയുടെ എക്സ്പീരിയൻസ് എന്താണ്, ആ ഒരു ഫേസാണ് ഫസ്റ്റ് യൂണിറ്റ് പറയുന്നത്. ദെൻ അതായത് അപ്പോൾ ബ്രിട്ടീഷേഴ്സ് പോകുമ്പോഴുള്ള ഇന്ത്യയുടെ അവസ്ഥയും പിന്നെ അതോടൊപ്പം 1990 വരെയുള്ള ഇന്ത്യയുടെ അവസ്ഥയും കൂടി ആ യൂണിറ്റിൽ പറയുന്നു. ആ യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. സെക്കൻഡ് യൂണിറ്റിൽ ഇന്ത്യൻ എക്കണോമിക് റിഫോം സിൻസ് 1991 നമുക്കെല്ലാം അറിയാം. 1991 ഇന്ത്യക്ക് ഒരു മേജർ റിഫോം ഇന്ത്യയിൽ സംഭവിക്കുകയാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നും പറഞ്ഞിട്ട് ആ ഒരു ഇന്ത്യയുടെ മേജർ എക്കണോമിക് റിഫോംസ് സംഭവിക്കുന്ന ഒരു ഇയറാണ് 1990 ശേഷമുള്ള ആ ഒരു പീരീഡ്. സോ വി വിൽ ബി ഡിസ്കസിങ് ആ സെക്കൻഡ് യൂണിറ്റിൽ ആ റിഫോംസ് 1991 ശേഷമുള്ള ആ റിഫോംസിന് ശേഷമുള്ള ഇന്ത്യയുടെ അവസ്ഥ, ആ ഒരു യൂണിറ്റാണ്. അല്ലെങ്കിൽ 1991 ശേഷമുള്ള ഇന്ത്യയുടെ എക്കണോമിക് റിഫോംസ് എന്തെല്ലായിരുന്നു, എങ്ങനെ അത് റിസൾട്ട് ചെയ്തു, ആ രീതിയിലാണ് സെക്കൻഡ് യൂണിറ്റ് പോകുന്നത്. സെക്കൻഡ് യൂണിറ്റിൽ ഒരു ചാപ്റ്ററേ ഉള്ളൂ. പിന്നെ തേർഡ് യൂണിറ്റ് കറന്റ് ചലഞ്ചസ് ഫേസിങ് ഇന്ത്യൻ എക്കണോമി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തെല്ലാണ് എന്നുള്ളതാണ് നമ്മൾ തേർഡ് യൂണിറ്റിൽ നോക്കാൻ പോകുന്നത്. സോ അതിൽ പോവർട്ടി ഉണ്ട്, പോവർട്ടി, ഇൻഫ്രാസ്ട്രക്ചർ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എൻവയറമെൻറ്റ്, ഹ്യൂമൻ ക്യാപിറ്റൽ, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ചലഞ്ച്, ഇതെല്ലാം ഓരോ ചാപ്റ്ററാണ്. സോ ആ ഒരു ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചലഞ്ചസ് എന്തെല്ലാണ്, ആ ചലഞ്ച് എവിടെ വരെ നിൽക്കുന്നു, എങ്ങനെ ഓവർകം ചെയ്യാം, എന്താണ് മുമ്പുണ്ടായിരുന്ന സ്ഥിതി, ഈ 50-60 വർഷത്തിനിടയിൽ എന്തെല്ലാം സംഭവിച്ചു, ഒരു ചെറിയ രീതിയിലുള്ള ഒരു എക്കണോമിക് ഹിസ്റ്ററിയും കൂടി ടച്ച് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഈ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ കറന്റ് ചലഞ്ചസ് ഫേസിങ് ഇന്ത്യൻ എക്കണോമിയാണ് തേർഡ് യൂണിറ്റ്. പിന്നെ ഫോർത്ത് യൂണിറ്റിൽ ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ വിത്ത് നൈബേഴ്സ്, അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്, അതായത് ഒരു കമ്പാരിസൺ സ്റ്റഡി നടത്തുകയാണ്. എന്താണ് നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെ ഉണ്ടായി, അപ്പോൾ അതോടൊപ്പം ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് എന്തായിരുന്നു ഈ പീരീഡിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ആണ് ആ ഒരു ഫോർത്ത് യൂണിറ്റിൽ ചെയ്യുന്നത്. ഫോർത്ത് യൂണിറ്റിൽ ഒരു ചാപ്റ്ററേ ഉള്ളൂ. തേർഡ് യൂണിറ്റാണ് ഒരു 5-6ഓളം ചാപ്റ്റർ ഉള്ളത്. മറ്റ് ഇതിൽ 2, 1, 6, 1 അങ്ങനെ ഒരു 10 ചാപ്റ്ററാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പോളിസീസ് ആൻഡ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലെ ഇന്ത്യൻ എക്കണോമിക് ഇൻ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അവർ ഫസ്റ്റ് ചാപ്റ്റർ ഈസ് ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഇന്ത്യൻ എക്കണോമി
ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്തുള്ള ഇന്ത്യൻ എക്കണോമിയുടെ അവസ്ഥ. സോ വെൻ ഡിഡ് ഇന്ത്യ അറ്റൈൻ ഇൻഡിപെൻഡൻസ്? ഇന്ത്യ വി ഓൾ നോ റൈറ്റ്, August 15, 1947. അപ്പോൾ ഈ ഒരു ടൈമിൽ, ഈ ഒരു August 15, ഈ ഒരു ടൈമിൽ 1947 ആ ഒരു ടൈമിൽ ഇന്ത്യൻ എക്കണോമിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഫോറിൻ സെക്ടറിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഒക്യുപ്പേഷണൽ സ്ട്രക്ചർ എന്തായിരുന്നു, പിന്നെ ഡെമോഗ്രാഫിയുടെ അവസ്ഥ എന്തായിരുന്നു. ഡെമോഗ്രാഫി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ കോമ്പോസിഷൻ എങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു ആ ടൈമിലുള്ള അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് വാട്ട് വാസ് ഇന്ത്യൻ എക്കണോമിസ് ഹോൾ സ്ട്രക്ചർ, ഇന്ത്യൻ എക്കണോമി എന്തായിരുന്നു, എങ്ങനെയല്ലായിരുന്നു ഇന്ത്യൻ എക്കണോമിയുടെ അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ ഓരോ സെക്ടറിനെയും നമ്മൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അഗ്രികൾച്ചറിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഒരു സെക്ഷനായിട്ടും, ഇൻഡസ്ട്രീൻ്റെ എന്തായിരുന്നു, ഫോറിൻ ട്രേഡിൻ്റെ എന്തായിരുന്നു, അങ്ങനെ മാനുഫാക്ചറിങ്ങിന് എന്തായിരുന്നു. സോ വി ആർ explaining it separately on taking each sector, what all are the conditions by the eve of independence. So who was ruling us? From who did we got independence? ആരുടെ അടുത്താണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? ബ്രിട്ടീഷേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. സോ അതിനു മുമ്പ് നമ്മൾ ഈ ബ്രിട്ടീഷേഴ്സ് എന്തിന് ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാനുള്ളത്. ബ്രിട്ടീഷേഴ്സ് അങ്ങനെ ലോകത്തിലെ എല്ലാ സ്ഥലത്തും പോയിരുന്നോ? അല്ലെങ്കിൽ ആദ്യം വന്നത് ആരാണ്? ബ്രിട്ടീഷേഴ്സ് ആണോ? ഹു കെയിം ഫസ്റ്റ് ടു ഇന്ത്യ? ഫസ്റ്റ് വന്നത് പോർച്ചുഗീസുകാരാണ്, പിന്നെ ഡച്ച് വന്നു, പിന്നെ ബ്രിട്ടീഷുകാർ വന്നു, പിന്നെ ലാസ്റ്റ് ഫ്രാൻസ് വന്നു. ഫ്രാൻസ് അധിക സ്ഥലത്ത് നമ്മളെ പോണ്ടിച്ചേരി, മാഹി ആ ഒരു ചെറിയ പോർഷനിൽ മാത്രമേ ഫ്രഞ്ചുകാരുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി ഇന്ത്യയുടെ ഡോമിനേഷൻ കംപ്ലീറ്റ് ഈ വന്ന ഫ്രഞ്ചുകാരെയും ഡച്ചുകാരെയും പോർച്ചുഗീസുകാരെയും എല്ലാം ബ്രിട്ടീഷുകാർ തന്നെ തുരത്തി ഓടിക്കുകയും അവർ തമ്മിലുള്ള പല ട്രീറ്റിയിലൂടെ അവസാനം ഇന്ത്യ ഒരു ബ്രിട്ടീഷിന്റെ കയ്യിലേക്ക് തന്നെ വരുന്ന ഒരു സിനാരിയോ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. സോ അതിനു മുമ്പേ നമുക്ക് എന്താ ഒരു ഇന്ത്യയുടെ പൊസിഷൻ ഈ വേൾഡ് മാപ്പിൽ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയാൽ നമുക്കൊരു ഒരു ഔട്ട്ലൈൻ കിട്ടും. പക്ഷേ ഞാൻ ഒരു മാപ്പ് വരയ്ക്കാൻ പോവാണ്. മാപ്പ് ഇന്ത്യയുടെ മാപ്പ് ആവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ എങ്കിലും പറയാം, ഇതാണ് നമ്മളെ ഇന്ത്യ. ഇങ്ങോട്ട് വന്നു ഞാൻ ഫുള്ള് വരയ്ക്കുന്നത്. ഇത് നമ്മളെ ഇന്ത്യയാണ്. ഞാൻ ഇന്ത്യ എന്ന് ഇവിടെ എഴുതാം. ഇത് നമ്മുടെ ഇന്ത്യയാണ്. സോ ഇന്ത്യയാണ്. അപ്പോൾ ഈ പൊസിഷനിൽ ആരാണ്? ഇവിടെ പാകിസ്ഥാൻ. ഇങ്ങനെ ഇവിടെ ഈ ഒരു പൊസിഷനിൽ ആണ് അറബ് കൺട്രീസ് ഉണ്ടാവുന്നത്. ഇവിടെ നമ്മളെ തുർക്കി, ഇറാൻ അതെല്ലാം ഇവിടെ ഈ അറബ് കൺട്രീസ് ഉണ്ടാകുന്നത്. ഇവിടെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എല്ലാം ഇവിടെ വരും. അറബ് കൺട്രീസ് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ ഉണ്ടാകുന്നു. പിന്നെ ആഫ്രിക്ക എവിടെ വരുന്നത്? ആഫ്രിക്ക ഏതാ? ഇവിടെ എങ്ങനെ ആഫ്രിക്കയുണ്ട്. ആഫ്രിക്കയുടെ മാപ്പ് ഇങ്ങനെയൊന്നും അല്ലേ ഞാൻ പറയാം. ജസ്റ്റ് നിങ്ങൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആഫ്രിക്ക. അപ്പോൾ യൂറോപ്പ് എവിടെയായിരുന്നു? യൂറോപ്പ് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു പൊസിഷൻ നമ്മളെ UK അല്ല, ഇവിടെയാണ് യൂറോപ്പ് ഉള്ളത്. സോ ജസ്റ്റ് ഡ്രോൺ ഓൺലി സർക്കിൾസ്. ബട്ട് എക്സ്ട്രാ വേൾഡ് മാപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വേൾഡ് മാപ്പ് എടുത്ത് നോക്കുക, ഇന്ത്യ എവിടെയാണുള്ളത്. അപ്പോൾ യൂറോപ്പ് ഇവിടെയാണുള്ളത്, ആഫ്രിക്ക ഇവിടെയാണുള്ളത്, അറബ് കൺട്രീസ് ഇവിടെ ഉണ്ട്, ഇന്ത്യ ഇവിടെ ഉണ്ട്. സോ ഇന്ത്യ എന്താണ് പണ്ടേ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഇന്ത്യയിൽ നിന്ന് സ്പൈസസ്, കോട്ടൺസ്, ടെക്സ്റ്റൈൽസ് എല്ലാം അറബ് ട്രേഡേഴ്സ് വന്ന് ഈ അറബ് ട്രേഡേഴ്സ് ലാൻഡ് മാർഗം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ നിന്ന് സാധനം വാങ്ങി വേൾഡ് മാർക്കറ്റിലേക്ക് എത്തിച്ചിരുന്നു. സോ യൂറോപ്പിലെല്ലാം ഇന്ത്യൻ പ്രോഡക്ട്സിന് വൺ ഡിമാൻഡാണ്. അപ്പോൾ യൂറോപ്പ് ആ സമയം ഒരു വലിയൊരു മീറ്റ് ഈറ്റേഴ്സ് എല്ലാം ആയി വരുന്ന ഒരു സമയം, അതായത് മാംസം കൂടുതൽ ഭക്ഷിക്കുന്ന ഒരു ആളുകളെല്ലാം ആകുമ്പോൾ സ്പൈസസ് എല്ലാം ആവശ്യമായിരുന്നു. സോ ഈ അറബ് കൺട്രീസിലെ അറബ് നാഷണൽസ് ആണ് എന്താകുന്നത്, ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ട്രേഡ് നടത്തുന്നത്. അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് സാധനം വാങ്ങി ലാൻഡ് വഴി, അതായത് ഇവർക്ക് ഇവിടെ അറബ് കൺട്രീസിന്റെ ഇടയിൽ എന്താണ് കരമാർഗം ഈ അറബ് കൺട്രീസ് ക്രോസ് ചെയ്താൽ മാത്രമേ സാധനങ്ങൾ യൂറോപ്പിലെത്തുന്നുള്ളൂ. സോ ഈ അറേബ്യൻ ട്രേഡേഴ്സ് ആയിരുന്നു ഇന്ത്യയിൽ വന്ന് സാധനം വാങ്ങി പോയിരുന്നത്. സോ the Arabian traders came to India. They bought spices, they bought textiles. ആ സാധനങ്ങളെല്ലാം വാങ്ങി എന്താക്കാണ് അവർ യൂറോപ്പിലേക്ക് പോവാണ്. സോ ദ യൂറോപ്യൻ റിയലൈസ് ദാറ്റ് വാട്ട് ദിസ് there is a place called ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് ഈ സ്പൈസസും ടെക്സ്റ്റൈൽസും എല്ലാം ഉണ്ട്. ആ ഇന്ത്യയെ കണ്ടുപിടിക്കണം, അതായത് കടൽ മാർഗം ഇന്ത്യയെ കണ്ടുപിടിക്കണമെന്ന് യൂറോപ്യൻസ് ആഗ്രഹിച്ചിട്ട് യൂറോപ്യൻസ് യാത്ര പുറപ്പെടുകയാണ്. സോ അറ്റ് ദ ടൈം ഓഫ് വാട്ട് ആ ഒരു ടൈമിൽ എപ്പോഴാണ് യൂറോപ്യൻസ് ഇന്ത്യയിൽ എത്തുന്നത്? Who was the first European which came to India?
European who came to India, we all know, right? It's famous for us. Keralites വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നെയിമാണ്. അതായത് 1498 വാസ്കോ ഡ ഗാമയാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. കേരളത്തിൽ നമ്മുടെ കോഴിക്കോട് കാപ്പാടാണ് അവർ വന്നത്. അപ്പോൾ ആ ഒരു 15th സെഞ്ചുറിയിൽ യൂറോപ്പിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ 15th സെഞ്ചുറിയിൽ യൂറോപ്പിൻ്റെ ഈ കപ്പലിൻ്റെ ഉണ്ടാക്കുന്ന ടെക്നോളജി, കാർട്ടോഗ്രാഫി, അതായത് മാപ്പിൻ്റെ ഉണ്ടാക്കുന്ന ടെക്നോളജി, അതുപോലെ തന്നെ യൂറോപ്യൻസിൻ്റെ പോർച്ചുഗീസുകാർക്ക് എന്താണ് ഫസ്റ്റ് വന്നത് പോർച്ചുഗീസാണ്. അപ്പോൾ പോർച്ചുഗീസിലുള്ള ക്രിസ്ത്യൻ ഫെയ്ത്ത് സ്പ്രെഡ് ചെയ്യാനെന്നുള്ള അവരുടെ ആഗ്രഹം, അങ്ങനെ കുറേ അവർക്ക് ലോകം ചുറ്റിക്കറങ്ങാനുള്ള ഒരു എക്സ്പെഡിഷൻ, അവരുടെ കിങ് തന്നെ അങ്ങനെ എന്താക്കുക, അവരുടെ ഒരു പോളിസി തന്നെ ലോകത്തെ മുഴുവൻ എന്താക്കുക, കണ്ടുപിടിക്കുക, ട്രേഡ് നടത്തുക, അല്ലെങ്കിൽ സീ മാർഗം കണ്ടുപിടിക്കുക. ആ യൂറോപ്യൻ കൺട്രി, സ്പെയിൻ ആയിക്കോട്ടെ, പോർച്ചുഗൽ, അതായിരുന്നു അവരുടെ ഒരു അവസ്ഥ. അപ്പോൾ യൂറോപ്പിന് റിനൈസൻസ് ഉണ്ടായിരുന്നു. സോ യൂറോപ്പ് ഹാഡ് വാട്ട്, യൂറോപ്പിന് ടെക്നോളജി ഉണ്ടായിരുന്നു. യൂറോപ്പിൻ്റെ ആളുകൾ വളരെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് ഉന്നമനത്തിലുള്ള ആളുകളായിരുന്നു. സോ അങ്ങനെയുള്ള കുറേ, അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ സ്പൈസസും കാര്യങ്ങളെല്ലാം അറബ് ട്രേഡേഴ്സ് വളരെ വലിയ വിലക്കാണ് കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടുന്ന് അറബ് ട്രേഡേഴ്സ് സാധനം വാങ്ങി ലാൻഡ് ത്രൂ ഇവിടെ എത്തുമ്പോൾ ഒരുപാട് നേഷൻസ് കവർ ചെയ്ത് പോകണം, അവർക്കെല്ലാം എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പോൾ യൂറോപ്പിൽ എത്തുമ്പോഴത്തേക്ക് പ്രൈസ് വളരെ വലുതാണ്. സോ അപ്പോൾ ഈ യൂറോപ്യൻസ് എന്താവുകയാണ്, ഇന്ത്യ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. സോ അങ്ങനെയാണ് അമേരിക്ക ഉണ്ടാവുന്നത്, അമേരിക്ക കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആഫ്രിക്കയിലെ ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ വന്ന്, അതായത് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അവർ ഇന്ത്യ തേടി പോവുകയാണ്, കടൽമാർഗം ഇന്ത്യ തേടി പോവുകയാണ്. അപ്പം അങ്ങനെയാണ് അവർ എന്താ ഞാൻ ഈ മാപ്പ് പറയാൻ കാരണം നമുക്ക് ആ മാപ്പിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം ഇപ്പം ഈ യൂറോപ്പിൽ നിന്ന് ഇങ്ങനെ ചുറ്റി എന്താക്കണം, ഇവിടെ വേണം ഇന്ത്യയിലെത്തിയത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഈ ഫസ്റ്റ് കോസ്റ്റിൽ ഇവിടെ വാസ്കോ ഡ ഗാമ ഇറങ്ങുന്നു. വാസ്കോ ഡ ഗാമ ഇവിടുന്ന് കുറച്ച് സ്പൈസസ് എല്ലാം തിരിച്ച് യൂറോപ്പിൽ, പോർച്ചുഗലിൽ പോയി വലിയ ലാഭത്തിൽ വിൽക്കുന്നു. സോ ദേ റിയലൈസ് ദാറ്റ് ഇന്ത്യ ഹാസ് എ മാർക്കറ്റ്. So my whole point of talking about this, why Europeans came to India was, right, India had a market, India was rich at that time. എന്താണ്, ഇന്ത്യയിൽ ഒരുപാട് സ്പൈസസ് ഉണ്ടായിരുന്നു, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യ വളരെ ഫേമസ് ആയിട്ടുള്ള, ഇന്ത്യ വളരെ റോ മെറ്റീരിയൽസ് നല്ല അടിപൊളിയിൽ സപ്ലൈ ചെയ്യുന്ന ഒരു നാഷൻ ആയിരുന്നു. സോ യൂറോപ്യൻസിന് പക്ഷേ ആ സമയം എന്തിനാണ് ടെക്നോളജി ഉണ്ടായിരുന്നു, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ യൂറോപ്പിൽ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ ദേ നീഡ് വാട്ട്, അവർക്ക് റോ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം വേണം. സോ ആ ഒരു റീസൺ കൊണ്ട് എന്താണ് അവർ ഇന്ത്യയെ തേടി ഇറങ്ങുകയാണ്. സോ അങ്ങനെ അവർ പിന്നെ പോർച്ചുഗീസുകാർ വന്നു. ലേറ്റർ the other European countries realized that the Portuguese had find a sea route to India. So later on they also followed them. പോർച്ചുഗീസിൻ്റെ പിന്നാലെ ഡച്ച് വന്നു, അങ്ങനെ പിന്നെ ബ്രിട്ടീഷുകാർ വന്നു. അപ്പോൾ വി ഓൾ നോ ദാറ്റ്, അത് ഒരു ഹിസ്റ്ററി പോർഷനാണത്. ജസ്റ്റ് അവർ എക്കണോമിക്, അതായത് ഇന്ത്യയെ ഒരു മാർക്കറ്റായിട്ട് കണ്ടിട്ട് തന്നെയാണ് ബ്രിട്ടീഷേഴ്സ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇന്ത്യയെ ഒരു മാർക്കറ്റ്, ഇന്ത്യ എന്നുള്ളത് അവർക്കൊരു റോ മെറ്റീരിയൽസ് അക്വയർ ചെയ്യാനുള്ളൊരു മാർക്കറ്റ് എന്നൊരു ലക്ഷ്യത്തോടെയാണ് അവർ വരുന്നത്. ആ ലക്ഷ്യം തന്നെയാണ് അവരെന്താക്കുന്നത്, ഇവിടെ ഭരിക്കുന്നതിലൂടെ നിറവേറ്റുന്നത്. വി സെഡ് ദാറ്റ് ദ എയിം ഓഫ് ബ്രിട്ടീഷേഴ്സ് വാസ് റെഡ്യൂസ് ഇന്ത്യ ടു ജസ്റ്റ് എ റോ മെറ്റീരിയൽ സപ്ലയർ. സോ റോ മെറ്റീരിയൽ സപ്ലയർ ആയിട്ട് മാത്രം ഇന്ത്യയെ മാറ്റുക. ബിക്കോസ് ദർ വർ ഇൻഡസ്ട്രീസ് ഇൻ ബ്രിട്ടൻ. ഈ ആർക്ക് വേണ്ടിയിട്ട്, ഫോർ ഇൻഡസ്ട്രീസ് ഇൻ ബ്രിട്ടൻ. സോ ഇവിടുന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുപോയി ബ്രിട്ടനിൽ പോയിട്ട് ബ്രിട്ടനിലെ ഇൻഡസ്ട്രീസിൽ അവർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നു. അതേ പ്രോഡക്ട്സ് പിന്നെ തിരിച്ച് ഇന്ത്യ പോലത്തെ വേൾഡ് മാർക്കറ്റിൽ അവർ വിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യനെ അവരെന്താക്കണം, ഒരു മിയർ റോ മെറ്റീരിയൽ സപ്ലയർ ആയിട്ട് മാത്രമേ ഇന്ത്യ കാണുന്നുള്ളൂ. ഇന്ത്യക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെന്നില്ല. സോ ദ ഹോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രിട്ടൻ മാത്രമേ അവർ ബ്രിട്ടീഷേഴ്സ് എന്താകുന്നുള്ളൂ ആ ടൈമിൽ എയിം ചെയ്യുന്നുള്ളൂ. ഇന്ത്യയിൽ ആ സമയമെല്ലാം ബംഗാളിലെ, നമ്മുടെ ഇപ്പോഴത്തെ ബംഗ്ലാദേശിൽ, അപ്പോൾ പഴയ ബംഗാൾ, ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ധാക്കയിലൊരു മുസ്ലിം എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റൈൽ ഉണ്ടായിരുന്നു. ആ ടൈപ്പിൽ ആ ഒരു മൽമൽ എന്നുള്ള പേരുള്ള വളരെ ഫേമസ് ആയിരുന്നു, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽസും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു നേഷനായിരുന്നു ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ എല്ലാം വേൾഡ് മാർക്കറ്റ് എല്ലാം കണ്ടിട്ടാണ് അവർ ഇന്ത്യയിലേക്കെല്ലാം വരുന്നത്. അപ്പോൾ അവിടുന്ന് ഈ സാധനങ്ങളെല്ലാം അക്വയർ ചെയ്ത് വേൾഡ് മാർക്കറ്റിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ഒരു ലാൻഡ് ത്രൂ ഉള്ള അറബ് ട്രേഡേഴ്സിൻ്റെ ആ ഒരു ഡോമിനേഷൻസ് എന്താക്കുകയാണ്, ഇങ്ങനെയുള്ളൊരു സീ റൂട്ട് കണ്ടുപിടിക്കുന്നതിലൂടെ ബ്രിട്ടീഷേഴ്സ് ഇല്ലാതാക്കുകയാണ്.
പിന്നെ നമുക്കറിയാം ബ്രിട്ടീഷേഴ്സ് എങ്ങനെയാണ് ഇന്ത്യയിൽ അധികാരം സ്ഥാപിച്ചെടുക്കുന്നത്, അവരുടെ കുറച്ച് പോളിസീസും കാര്യങ്ങളെല്ലാം. ദാറ്റ് കൈൻഡ് ഓഫ് തിങ് യു വിൽ ഗൈസ് വിൽ ലേൺ ഇൻ ഹിസ്റ്ററി. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഗോ ആൻഡ് ഹാവ് എ ലുക്ക് ഓൺ ഹൗ ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ്. നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയിലെ അധികാരം ഊട്ടി ഉറപ്പിക്കുന്നത് എന്നുള്ളത്. സോ വി ആർ ജസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ദ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂ. In the economic point of view, Britain saw India as only a mere raw material supplier. So അതുകൊണ്ട് തന്നെ ആ ടൈമിൽ ഇന്ത്യയുടെ ഗ്രോത്ത് വളരെ കുറവായിരുന്നു. They never made a sincere effort. They haven't made a sincere effort. No sincere effort from Britain to measure national income. ഇന്ത്യയുടെ ഇൻകം എന്താണ് എന്ന് മെഷർ ചെയ്യാനുള്ള ഒരു സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട് ഇവരെടുത്ത് നിന്നുണ്ടായിട്ടില്ല. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് മെഷർ ചെയ്തിട്ട് ഇത് കുറവാണെന്ന് കണ്ടാലും അവർക്ക് തന്നെയല്ലേ മോശം. സോ ദേ നെവർ മെയ്ഡ് എ സിൻസിയർ എഫേർട്ട്. അവർക്ക് ഇന്ത്യ നശിച്ചാലും പ്രശ്നമല്ല, ബ്രിട്ടനിലേക്ക് റോ മെറ്റീരിയൽസ് കാര്യങ്ങളും എത്തണം എന്നുള്ള ഒരു മനസ്ഥിതി മാത്രമാണ് ബ്രിട്ടീഷേഴ്സിന് ഉണ്ടായിരുന്നത്. അപ്പോൾ എങ്കിലും ഈ നാദാബായ് നവറോജി, പിന്നെ VKRV റാവു, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇന്ത്യയുടെ നാഷണൽ ഇൻകം മെഷർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു VKRV റാവുവിൻ്റെ മെഷറാണ് നമ്മളൊരു ഗുഡ് മെഷറായിട്ട് കാണുന്നത്. ഇന്ത്യയുടെ ആ ഒരു സമയത്തുള്ള എന്താണ് റിയൽ ഔട്ട്പുട്ട് ഗ്രോത്ത് ഒരു 0.5% മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഇവരുടെ എല്ലാം ഒരു മെഷറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ in a nutshell, Britishers saw India as only a mere raw material supplier at the time when Britishers was ruling India, or at the time, the whole period when they were ruling India, the growth in India was way too low. India's growth വളരെ കുറവായിരുന്നു. So next we will look on to specifically what was the condition of agricultural sector. So agriculture sector 85% of Indian population ആ സമയത്ത് അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡൻ്റ്. 85% ആളുകളും അഗ്രികൾച്ചറിൽ ജോലി എടുക്കുന്നതല്ല, ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ്റെ 85% അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡഡ് ആയിരുന്നു. അവർ എല്ലാവർക്കും ജോലി ഉണ്ടാവണമെന്നില്ല, പക്ഷേങ്കിൽ ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിട്ട് ആ കുടുംബങ്ങളും അതൊരു രീതിയിൽ 85% ആളുകളും ഇന്ത്യൻ അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡഡ് ആയിരുന്നു. ബ്രിട്ടീഷേഴ്സ് വരുന്നതിൻ്റെ മുന്നേ ബംഗാളെല്ലാം വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു ലാൻഡ് ആയിരുന്നു. ബംഗാൾ വാസ് ഈവൻ കമ്പയർഡ് ടു ഈജിപ്റ്റ് ഓഫ് ദാറ്റ് ടൈം. സോ ഈ അഗ്രികൾച്ചർ സെക്ടറിൽ എന്താവുകയാണ്, ബ്രിട്ടീഷുകാർ യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും അഗ്രികൾച്ചർ സെക്ടറിൽ നടത്തുന്നില്ല. മീൻസ് അവർക്ക് വേണ്ട ക്രോപ്സും കാര്യങ്ങളും അവർക്ക് വെറും ലാഭം എടുക്കുക എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു. തിരിച്ച് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ കർഷകർക്ക് വേണ്ടിയിട്ട് നല്ല ലാൻഡ് ഉണ്ടാക്കാനോ കർഷകർക്ക് വേണ്ടിയിട്ട് ഉന്നമനത്തിനോ ഒന്നും വേണ്ടിയിട്ടും ബ്രിട്ടീഷേഴ്സിൻ്റെ അടുത്തുനിന്ന് പോളിസീസ് ഉണ്ടായിരുന്നില്ല. സോ there were many reasons why that there was stagnation of agriculture. ഇത് അഗ്രികൾച്ചറിൻ്റെ ആ സമയത്ത് 85% ആളുകൾ അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്തുള്ള ഗ്രോത്ത് ഗ്രോത്ത് വാസ് pretty low in agriculture sector. So there was many reasons for this stagnation of agriculture sector. So the first one was, we say that it is land settlement. ഈ ലാൻഡ് സെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ അന്നൊരു ജമീന്ദാറിന്റെ കയ്യിലാണ് ലാൻഡ് ഉണ്ടാവുക. അവിടെ വന്ന് ഒരു ജമീന്ദാർ എന്ന് പറയുമ്പോൾ വലിയൊരു ഭൂ ഉടമ എന്നുള്ള രീതിയിൽ മനസ്സിൽ വിചാരിക്കുക. അവരാണ് ഈ ടാക്സ് എല്ലാം കളക്ട് ചെയ്യുമെങ്കിൽ അവരുടെ കയ്യിലാണ് ഭൂമി ഉണ്ടാവുക. സോ ദി ജമീന്ദാർസ് ഗീവ് the small farmers land to cultivate. They cultivate land and they takes the profit. ഈ ജമീന്ദാരാണ് എന്താക്കുന്നത്, പ്രോഫിറ്റ് എടുക്കുക. ഇവർ കൾട്ടിവേറ്റ് ചെയ്തപ്പോൾ കർഷകർക്ക് എന്താവില്ല, അവർ കൾട്ടിവേറ്റ് ചെയ്തതിൻ്റെ പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നില്ല. സോ ജമീന്ദാർസ് വാസ് ടേക്കിംഗ് ഓൾ ഓഫ് ദ പ്രോഫിറ്റ്. സോ ആ ഒരു ലാൻഡ് സെറ്റിൽമെന്റ് ഉണ്ടാവും. ജമീന്ദാരി സിസ്റ്റം ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതായത് ഒരു വലിയൊരു ജമീന്ദാറിനെ അപ്പോയിന്റ് ചെയ്യാണ്, ഒരു വലിയൊരു ലാൻഡ് ആ ഒരു കൾട്ടിവേഷൻ നടക്കുന്ന ഏരിയയിൽ അവിടുത്തെ പ്രോഫിറ്റ് മൊത്തം അയാൾ എടുക്കും, മറ്റ് കർഷകർ അവിടെ വന്ന് പണിയെടുക്കുക എന്നുള്ള രീതിയിൽ മാത്രം. The next was revenue settlement. So the revenue settlement was also related to zamindars. So this zamindar was to pay some revenue to Britishers. ഈ ജമീന്ദാർ എന്താ പറയണം, ബ്രിട്ടീഷേഴ്സിന് റവന്യൂ
കൊടുത്തേ മതിയോ എന്തെങ്കിലും ടാക്സ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ കൾട്ടിവേഷൻ ഹാപ്പൻഡ് ഓർ വെദർ കൾട്ടിവേഷൻ വാസ് പ്രോഫിറ്റ് ഓർ നോട്ട്, വെദർ ഫാമിൻ ഹാപ്പൻഡ് ഓർ നോട്ട്, വാട്ട് എവർ ദ കണ്ടീഷൻ ഇസ്, നഷ്ടം സംഭവിച്ചാലും ലാഭം സംഭവിച്ചാലും ഒക്കെ തന്നെയും they have to pay the tax or they have to pay some revenue to Britishers. So this also forced zamindaris to what, this measure by British also forced zamindaris to force the farmers to give them revenue. അല്ലെങ്കിൽ അവർക്ക് ഈ റവന്യൂ എന്തായാലും ഇവരിപ്പോൾ റവന്യൂ കളക്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ, സമീന്ദാരീസ് റവന്യൂ കളക്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സ് ആ സമീന്ദാറിനെ മാറ്റി പുതിയൊരു സമീന്ദാറിനെ കൊണ്ടുവരും. So that kind of policies had pressures on zamindars also. So this revenue settlement system was also having an adverse effect on the agricultural sector of India, because this ഇവർ എന്ത് വന്നാലും ഈ ഫാമേഴ്സിൻ്റെ അടുത്ത് നിന്ന് റവന്യൂ കളക്ട് ചെയ്ത് ആ വർഷത്തെ കൃഷി ലാഭത്തിലായാലും നഷ്ടത്തിലായാലും ഒക്കെ തന്നെ ഇവർക്കിത് കളക്ട് ചെയ്തേ മതിയാവും. ഇല്ലെങ്കിൽ എന്താകും, ബ്രിട്ടീഷേഴ്സ് ഇവരെ ഫയർ ചെയ്യും, ഇവരെ വീട്ടിൽ നിന്ന് ഇവരെ എന്താക്കും, ഇവരെ ആ ഒരു ജമീന്ദാരി സിസ്റ്റത്തിൽ നിന്ന് അവരെ പുറത്താക്കും. സോ ദേ ആർ ഓൾസോ ഫോഴ്സ്ഡ് ടു കളക്ട്. സോ പിന്നെയുള്ള ഒരു റീസൺ ഫോർ സ്റ്റാർവേഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ലോ ലെവൽസ് ഓഫ് ടെക്നോളജിയാണ് ഇന്ത്യൻ്റെ അഗ്രികൾച്ചറൽ സെക്ടറിൽ. എന്നാൽ ആ സമയത്ത് വലിയ രീതിയിലുള്ള ടെക്നോളജീസ് ഒന്നും എന്താകുന്നില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. സോ ആ ഒരു വി നീഡ് ഗുഡ് ടെക്നോളജീസ് ഫോർ വാട്ട്, good returns. So that India at that time was not getting that much of technology in agriculture. Then there was lack of irrigation. Irrigation എന്ന് വെച്ചാൽ നമുക്ക് അറിയാലോ അല്ലേ, ഈ നമ്മളെ കൃഷികളെല്ലാം നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സെറ്റപ്പിനാണ് നമ്മൾ ഇറിഗേഷൻ എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ ഇന്ന് നമുക്ക് ടോപ്പ് ഇറിഗേഷൻസ് ഫെസിലിറ്റീസ് ഇന്ത്യയിൽ അവൈലബിൾ, ഹൗസ് പമ്പും മോട്ടോർ പമ്പും ഡ്രിപ്പ് ഇറിഗേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കനാൽസും അങ്ങനെ ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പോളിസീസ് ഇന്നുണ്ട്. പക്ഷെ അന്നൊന്നും എന്തില്ല, ഇത്തരത്തിലുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് അന്നില്ല. സോ ദ ലാക്ക് ഓഫ് ഇറിഗേഷൻ ഓൾസോ ആഡഡ് അപ്പ് ഫോർ ദ അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷൻ. ദെൻ വാസ് നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. നമുക്ക് നല്ല രീതിയിൽ ഫെർട്ടിലൈസേഴ്സ് വളങ്ങളും കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടൂ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിളകൾ കിട്ടും. സോ ദാറ്റ് കൈൻഡ് ഓഫ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് വാസ് ഓൾസോ pretty low at that time of British rule. So that also added for what the stagnation of agriculture. So then was ഇതെല്ലാം കൂടാതെ എന്താണ്, ഒരു ഫ്ലഡ് കൺട്രോളിന്, ഒരു ഫ്ലഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഡീസാലനൈസേഷൻ ഓഫ് സോയിലിന് പരിഹരിക്കാൻ മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതായത് ഈ മണ്ണിൽ ഉപ്പ് കൂടുന്ന ആ ഒരു ടൈപ്പ് സംഗതികൾക്കൊന്നിനും നമുക്ക് സൊല്യൂഷൻസ് ഇന്ത്യയുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ വലിയൊരു ഫ്ലഡെല്ലാം വരുമ്പോൾ ആ ഫ്ലഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ബണ്ടുകളോ അല്ലെങ്കിൽ പുഴയുടെ വീതിയെല്ലാം കൂട്ടി ആ ഒരു ഫ്ലഡ്, ആ ഒരു വാട്ടർ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ നല്ല ഡ്രെയിനേജ് സിസ്റ്റം വേണം. നമ്മൾ മഴ പെയ്തിട്ടാണെങ്കിൽ അപ്പോൾ ആ ടൈപ്പിൽ ഡ്രെയിനേജ് സിസ്റ്റം ഒന്നും, ഇതെല്ലാം എന്താകും, വിളകളെ നശിപ്പിക്കുന്ന കാരണങ്ങളാണ്. സോ ദാറ്റ് ഓൾസോ വിൽ ലീഡ് ഫോർ ദ സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ. പിന്നെ ഇതെല്ലാം ഉണ്ടെങ്കിലും എന്തില്ല, ഫാമേഴ്സിൻ്റെ അടുത്ത് റിസോഴ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സോ ദ സ്മോൾ ഫാമേഴ്സ് ഡസൻറ്റ് ഹാവ് resources to invest in these things. They don't have resources to buy fertilizers, they don't have resources to get good irrigation facilities, they don't have resources to for many other things like to implement good technology and all. So this farmers is not having what good technology or don't having any resources to implement these things. നല്ല ടെക്നോളജി ഉണ്ടാക്കാനോ ഇറിഗേഷൻ ഫെസിലിറ്റി കൂട്ടാനോ ഫെർട്ടിലൈസേഴ്സ് എല്ലാം വാങ്ങാനോ ഒരു നല്ല ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കാനോ ഒന്നും എന്തില്ല, ഈ ഫാമേഴ്സിൻ്റെ അടുത്ത്, സ്മോൾ ഫാമേഴ്സിൻ്റെ അടുത്ത് എന്തില്ല, റിസോഴ്സ് ഇല്ല, അല്ലെങ്കിൽ പൈസയില്ല. സോ ദർ ആർ മെനി റീസൺസ് ഫോർ ദാറ്റ് ദിസ് സ്റ്റാഗ്നേഷൻ ഓഫ് അഗ്രികൾച്ചർ. അറ്റ് സം ടൈം പോയിന്റ് ഓഫ് ഇന്ത്യയിൽ ഒരു ഗ്രോത്ത് കണ്ടത് ക്യാഷ് ക്രോപ്സിൻ്റെ കാര്യത്തിൽ. അതായത് ഇൻഡിഗോ പോലത്തെ നമ്മളെ ക്യാഷ് ക്രോപ്സിൻ്റെ പ്രൊഡക്ഷനിൽ ഇന്ത്യയിൽ ചെറിയൊരു മെച്ചം കണ്ടിരുന്നു ആ ടൈമിൽ. ബട്ട് എല്ലാവർക്കും എന്താക്കാൻ പറ്റില്ല, ക്യാഷ് ക്രോപ്സിലേക്ക് മാറാൻ വേണ്ടി പറ്റില്ല. ഇവൻച്വലി ദിസ് ക്യാഷ് ക്രോപ്പ് വാസ് പർച്ചേസ്ഡ് ബൈ ബ്രിട്ടീഷേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ക്രാഷ് ക്രോപ്സ്, ഇൻഡിഗോ പോലത്തെ ക്രാഷ് ക്രോപ്സ് അതായത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. സോ ഈ ഫുഡ് ഐറ്റംസ്, അതായത് റൈസ്, വീറ്റ് എല്ലാം മാറ്റി ചില ആളുകൾ ക്യാഷ് ക്രോപ്സിലേക്ക് മാറിയെങ്കിലും ചില മെച്ചങ്ങൾ കണ്ടിരുന്നു. ബട്ട് ദാറ്റ് ഹാസ് ഓൾസോ നോട്ട് അപ് ടു ദ ലെവൽ. ഒരു വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഇന്ത്യൻ ഫാമേഴ്സിന് അതിനെക്കൊണ്ട് വലിയൊരു ഉപകാരമൊന്നും ഉണ്ടായില്ല. കാരണം ഈ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഈ ക്യാഷ് ക്രോപ്സ് ആരാണ് ബ്രിട്ടീഷേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇൻഡിഗോ പോലത്തെ ക്യാഷ് ക്രോപ്സ് ബ്രിട്ടീഷേഴ്സിന് വേണ്ടിയിട്ടാണ് എന്താകുന്നത്, പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ വി സെഡ് ദാറ്റ് the 85% of the Indian population depended on agriculture, and there are many reasons for the stagnation of agriculture, and we discussed the reasons for the stagnations of agriculture.
apart from the agricultural sector, the industrial sector of India was also declining. So ഒരു രാജ്യത്തിന് എന്താണ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കണമെങ്കിൽ നല്ല രീതിയിൽ ഔട്ട്പുട്ടും ഗ്രോത്തും ഉണ്ടാകണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്തായിരിക്കണം, നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ ആ കൺട്രി നല്ലൊരു ഗ്രോത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കൂ. സോ അറ്റ് ദ ടൈം ഓഫ് ബ്രിട്ടീഷ് റൂൾസ്, ബ്രിട്ടീഷ് വാസ് ഡീഇൻഡസ്ട്രിയലൈസിങ് ഇന്ത്യ. ഒരു ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാനോ ഇന്ത്യയിൽ തന്നെ ഇൻഡസ്ട്രീസ് ഉണ്ടാകുന്നതിനോ എന്താക്കുന്നില്ല, ബ്രിട്ടീഷേഴ്സ് സപ്പോർട്ട് ചെയ്തിരുന്നില്ല. സോ ആൻഡ് ദിസ് ബ്രിട്ടീഷേഴ്സ് ഓൾസോ സ്റ്റാർട്ടഡ് ബ്രിങ്ങിങ് ചീപ്പർ ഗുഡ്സ് ടു ഇന്ത്യ. ഇന്ത്യയിലേക്ക് അവർ തന്നെ ഉണ്ടാക്കുന്ന ഗുഡ്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിൽ തന്നെ വിൽക്കാൻ തുടങ്ങി. അറ്റ് ദ ടൈം ഇന്ത്യ വാസ് ഫേമസ് ഫോർ ദർ ഇന്ത്യസ് ഹാൻഡിക്രാഫ്റ്റ്. ഇന്ത്യയുടെ കരകൗശലങ്ങൾക്ക് ഇന്ത്യ എന്തായിരുന്നു, വളരെ ഫേമസ് ആയിരുന്നു. സോ ബ്രിട്ടീഷേഴ്സ് when started bringing cheaper goods, that handicraft market also declined. And Indian handicrafts market അടക്കം ബ്രിട്ടീഷേഴ്സ് ചീപ്പർ ഗുഡ്സ് ഉണ്ടാകുന്നതിലൂടെ, ചീപ്പർ ഗുഡ്സ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിലൂടെ എന്തായി, ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ് മാർക്കറ്റ് ഇല്ലാതായിപ്പോയി. ആ ഹാൻഡിക്രാഫ്റ്റ് മാർക്കറ്റിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ, ആ ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടായിക്കൊണ്ടിരുന്ന ആളുകൾ എന്തായി, അൺഎംപ്ലോയിഡ് ആവുകയും ചെയ്തു. സോ ബ്രിട്ടീഷേഴ്സ് വാസ് നോട്ട് സോ മച്ച് ഇൻ പ്രൊമോഷൻ ഓഫ് വാട്ട് industries. So there were mainly twofold objectives for ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. അതോ ബ്രിട്ടീഷേഴ്സിന് ഡീഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യ ഡീഇൻഡസ്ട്രിയലൈസ് ചെയ്യുന്നതിന് എന്താണ് രണ്ട് ഒബ്ജക്റ്റീവാണ് ഉണ്ടായത്. ഒന്ന്, റെഡ്യൂസ് ഇന്ത്യ ടു എ മിയർ എക്സ്പോർട്ടർ. ഇന്ത്യയെ വെറും എന്തിൻ്റെ എക്സ്പോർട്ടർ, ഒരു റോ മെറ്റീരിയൽ എക്സ്പോർട്ടർ മാത്രമായിട്ട് ഇന്ത്യയെ ചുരുക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷേഴ്സിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ട്, ടേൺ ഇന്ത്യ ടു എ മിയർ മാർക്കറ്റ് ഫോർ ഫിനിഷ്ഡ് ഗുഡ്സ്. സോ ഈ റോ മെറ്റീരിയൽസ് അവർ ബ്രിട്ടനിൽ പോയി അവരുടെ ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കി തിരിച്ച് ഇന്ത്യക്ക് തന്നെ വന്നത് ഇന്ത്യക്കാർക്ക് തന്നെ വെക്കൂ. സോ ഇന്ത്യ വാസ് വാട്ട്, നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി, നമ്മുടെ റോ മെറ്റീരിയൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാമായിരുന്നു. So they are taking our raw materials, going back to England or going back to somewhere else and making raw materials, making products use in their industries using our raw materials. Then again they are selling that same goods produced in their industries to India. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് ഒരുപാട് മെച്ചം ഉണ്ടാകുമായിരുന്നു. ബട്ട് അവരെന്താണ്, നമ്മളെ റോ മെറ്റീരിയൽ എടുത്ത് ബ്രിട്ടനിൽ പോയി അവരുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വിൽക്കുകയാണ്. സോ അങ്ങനെ അവരെന്താക്കാണ്, ഇന്ത്യയെ ഡീഇൻഡസ്ട്രിയലൈസ് ചെയ്യുക എന്നുള്ളത് ബ്രിട്ടീഷേഴ്സിൻ്റെ ആവശ്യമായിരുന്നു. സോ വെൻ ഇന്ത്യയിൽ ഇൻഡസ്ട്രീസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷേഴ്സിൻ്റെ മാർക്കറ്റ് കുറയുക എന്നുള്ള, ബ്രിട്ടീഷേഴ്സ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് എന്തായി പോകും, ഇല്ലാതായി പോകും. സോ ദേ ഹാഡ് എ ടൂഫോൾഡ് ഒബ്ജക്റ്റീവ് to deindustrialize India. So one was to reduce India to a mere exporter of raw materials and to exploit the market of India for their finished goods. So ഈ ഇൻഡസ്ട്രീസ് തീരെ ഇല്ലായിരുന്നല്ല, വളരെ കുറവായിരുന്നു. സോ ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് എല്ലാം വളരെ കുറവായിരുന്നു. ഒരു മിഡ് 18th സെഞ്ചുറിയിലെല്ലാം ചെറിയ രീതിയിൽ ഈ മഹാരാഷ്ട്ര, ഗുജറാത്തിൽ കോട്ടൻ്റെ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഓൺഡ് ബൈ ഇന്ത്യൻസ് തന്നെയായിരുന്നു ആ മഹാരാഷ്ട്ര, ഗുജറാത്തിലുള്ള ആ ഒരു മിഡ് 1850 ആ ടൈമിലുള്ള മിഡ് 19th സെഞ്ചുറിയിലുള്ള ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, കോട്ടൺ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. ബട്ട് ബംഗാളിൽ അങ്ങനെ ജൂട്ട് ഇൻഡസ്ട്രി എന്തായിരുന്നു, ബ്രിട്ടീഷേഴ്സിൻ്റെ അണ്ടറിലും ഉണ്ടായിരുന്നു. അതായത് ഇൻഡസ്ട്രീസ് പറ്റേ ഇല്ലായിരുന്നു എന്നല്ല, എന്തായിരുന്നു 1815 ആ ടൈമിൽ മഹാരാഷ്ട്ര, ഗുജറാത്ത് റീജിയനിൽ ഇന്ത്യക്ക് കോട്ടൺ ടെക്സ്റ്റൈൽസിൻ്റെ ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു. ബംഗാളിൽ അങ്ങനെ ബ്രിട്ടീഷേഴ്സിന് ജൂട്ടിൻ്റെ ഇൻഡസ്ട്രിയും ഉണ്ടായിരുന്നു. പിന്നെ ഒരു 1907 അങ്ങനെ ടിസ്കോ, അതായത് ടാറ്റയുടെ അയൺ ആൻഡ് സ്റ്റീലിൻ്റെ ഇതും നമ്മളൊരു ആ സമയത്ത് എങ്ങനെ ഉണ്ടായി. പിന്നെ ഇന്ത്യയിലേക്ക് കാര്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. വെൻ വാസ് സെക്കൻഡ് വേൾഡ് വാർ എപ്പോൾ കഴിയുന്നത്, 1945 എന്ന് പറയുമ്പോൾ 47 ബ്രിട്ടീഷുകാർ പോയി. ഏകദേശം അവർ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക സമയത്തും ഇന്ത്യയിൽ എന്തെങ്കിലും കാര്യപ്പെട്ട ഇൻഡസ്ട്രീസ് ഒന്നും വന്നിരുന്നില്ല. ആ സമയത്ത് 1945 ശേഷം സിമെൻറ്റ് അതുപോലെയുള്ള ഇൻഡസ്ട്രീസ് എല്ലാം സ്റ്റാർട്ടഡ് കമ്മിങ് ഇൻ ഇന്ത്യ. സോ when we look at the GDP also, the industrial sector growth was very low. What is GDP? You might be hearing this in the newspapers and all. GDP growth കുറഞ്ഞു എന്നല്ല. GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ നമ്മൾ
അതിൻ്റെ വില കണക്കാക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 1000 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താണെങ്കിൽ അതിൻ്റെ മൊത്തം വില നമ്മൾ കണക്കാക്കിയത് നമ്മുടെ GDP ഒരു 1,00,000 രൂപയ്ക്കുണ്ട്. ഒരു പ്രൊഡക്റ്റിന് 100 രൂപ ഉണ്ടെങ്കിൽ സോ 1000 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ GDP 1,00,000 രൂപ. 10,000 ആകുമ്പോൾ അതിൽ കൂടും. അപ്പോൾ അവർ എത്ര പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ മൊത്തത്തിലുള്ള ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. അതായത് അതിൻ്റെ മൂല്യം, അതിൻ്റെ പൈസയുടെ മോണിറ്ററി വാല്യൂ എടുത്തിട്ട് നമ്മൾ ആ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം ഗുഡ്സിൻ്റെ മോണിറ്ററി വാല്യൂ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ടൈമിൽ ഇൻഡസ്ട്രീസ് GDPക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഗ്രോത്തും വളരെ കുറവായിരുന്നു. അതിൻ്റെ GDP കുറവായിരുന്നു എന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസ് വളരെ കുറഞ്ഞ പ്രൊഡക്ട്സ് എന്താകുന്നുണ്ടായിരുന്നുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, കൂടുതൽ പ്രൊഡക്ഷൻ നടന്നാലേ GDP കൂടും. GDP കൂടണമെങ്കിൽ കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യണം. സോ അറ്റ് ദാറ്റ് ടൈം ഇന്ത്യയുടെ GDP ഗ്രോത്ത്, ഇൻഡസ്ട്രിയൽ സെക്ടറിലൂടെ ഇന്ത്യയിലെ GDP ഗ്രോത്ത് എന്തായിരുന്നു, വളരെ കുറവായിരുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ഈ ബ്രിട്ടീഷേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ബ്രിട്ടീഷേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഒരു റോ മെറ്റീരിയൽ എക്സ്പോർട്ടറായിട്ട് മാത്രം ചുരുക്കാനും അവരുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുക എന്നുള്ളത് എന്തായിരുന്നു ബ്രിട്ടീഷേഴ്സിൻ്റെ ഒരു ആശയമായിരുന്നു, അവരുടെ ഒരു ഒബ്ജക്റ്റീവ് തന്നെ അതായിരുന്നു. സോ they tried for that and the industrial sector of India was what declining. ഇത് കൂടാതെ പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. പബ്ലിക് സെക്ടറിൽ റെയിൽവേസ്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ പറഞ്ഞ കുറച്ച് പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രിയൽ രീതിയിൽ സെക്ടേഴ്സിൽ ഉണ്ടായിരുന്നു, ഇലക്ട്രിസിറ്റി എല്ലാം പോലെ. ബട്ട് അതൊന്നും വലിയ രീതിയിൽ ഒരു കോൺട്രിബ്യൂഷൻസ് എന്താക്കുന്നില്ല, നമ്മുടെ ഇന്ത്യയുടെ ഗ്രോത്തിനോ അല്ല ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടറിനോ എന്തെന്നില്ല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. സോ ഗൈസ്, ഇൻ ദിസ് സെഷൻ we discussed mainly about our textbook Indian Economic Development, and we introduced the what all chapters we have to study, and we introduced the units, what all units and chapters we have to study in this 11th standard. And then we move on to our first chapter, that is Indian economy at the eve of independence. We discussed about why Europeans came to India, their objective to make India as what a raw material supplier. Their all objective was, economy was their primary objective to come to India. Then we discussed about the conditions of India during the time of during the time of colonial rule. Then we move on to discuss about what specifically discuss about the agricultural sector and what was the reason for the stagnation of agricultural sector. Then we move on to discuss what industrial sector, and that are things we have discussed in today's session. Study well. Thank you.